നമസ്കാരം. ബെഡ്ഷീറ്റ് എംബ്രോയ്ഡറിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോപ്പി ഫ്ലവറിൻ്റെ പൂവും ബഡും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ലീഫും സ്റ്റെമ്മുമാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്ന ബെഡ്ഷീറ്റ്. പൂവ് എംബ്രോയ്ഡറി ചെയ്ത റെഡ് ക്ലോത്താണിത്. ഇത് ഗ്രീൻ കളറുള്ള ഒരു തുണി. സ്റ്റെമ്മും ബഡും ഇതിലാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് ഷെയ്ഡ് വ്യത്യാസമുള്ള ഒരു ഗ്രീൻ ക്ലോത്ത്. ഇതിലാണ് നമ്മൾ ലീഫ് ചെയ്യുന്നത്. സ്റ്റെം തയ്ക്കാൻ ഞാൻ ഇതുപോലെയുള്ള പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ തുണി ഡിസൈനിൽ സ്റ്റെം വരുന്ന സ്ഥലത്തെല്ലാം തയ്ച്ചു പിടിപ്പിക്കണം. അതിന് ഞാൻ പ്രഷർ ഫൂട്ടും ഫീഡ് ഡോഗും ഒക്കെ ഉപയോഗിച്ച് സാധാരണ രീതിയിലാണ് തയ്ക്കുന്നത്. പ്രഷർ ഫൂട്ട് ഇട്ടിട്ടുണ്ട്, ഫീഡ് ഡോഗ് ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇനി തുണി വെച്ച് തയ്ക്കാം. ഡിസൈനിൽ സ്റ്റെം വരുന്ന സ്ഥലത്തെല്ലാം ഈ പീസ് നമ്മളിങ്ങനെ തയ്ച്ച് പിടിപ്പിക്കാം. ഡിസൈനിൽ ഏറ്റവും അടിയിലായിട്ട് വരുന്ന സ്റ്റെം ആദ്യവും അതിനുശേഷം വരുന്നത് അതിനുശേഷവും, അങ്ങനെ ഓർഡർ അനുസരിച്ച് സ്റ്റിച്ച് ചെയ്തു പോകാം. മുകളിൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പല സ്ഥലങ്ങളിലേക്ക് സ്റ്റെം പോകുമ്പോൾ ചില സ്റ്റെമ്മുകൾ മറ്റൊരെണ്ണത്തിൻ്റെ മുകളിലൂടെ കടന്നു പോകും. അതാണ് ഉദ്ദേശിച്ചത്. സ്റ്റെംസ് എല്ലാം തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി നൂലിളകുന്ന തുണി ആയതുകൊണ്ട് നൂലെല്ലാം ഇളകി കിടപ്പുണ്ട്. സാരമില്ല, നമ്മൾ സാറ്റിൻ സ്റ്റിച്ചിൽ കവർ ചെയ്ത് തയ്ക്കുമ്പോൾ അതെല്ലാം ശരിയായിക്കോളും. ആവശ്യമുള്ളത്ര ലീഫ് വെട്ടി വെച്ചിട്ടുണ്ട്. സാധാരണ ഒഴുക്കനായിട്ടുള്ള ലീഫ് തയ്ക്കാനാണെങ്കിൽ അങ്ങനെ തയ്ക്കാം. അല്ല, ലീഫിൻ്റെ വക്കുകളിൽ വരുന്ന ചെറിയ കോണുകൾ പോലെയുള്ള ഭാഗങ്ങൾ ചെയ്യണമെങ്കിൽ അത് തയ്ക്കുമ്പോൾ നമുക്ക് തയ്ച്ച് അങ്ങനെ തന്നെ തയ്ച്ചു പോകും. ഒത്തിരി നൂല് ഇളകി കിടപ്പുണ്ട്. നമുക്കത് ആദ്യം ക്ലീൻ ചെയ്യാം. ഇത് ഇത്രയും നൂലിളകുന്ന തുണിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് നൂല് നീക്കി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തയ്ക്കാം. വക്കുകൾ തയ്ക്കാം. ഏറ്റവും അടിയിൽ വരുന്ന സ്റ്റെം ആദ്യം തയ്ക്കാം, അതിനുശേഷം അതിന് മുകളിൽ, അതിനുശേഷം അതിന് മുകളിൽ, അങ്ങനെ ഏറ്റവും മുകളിൽ വരുന്ന സ്റ്റെം അവസാനം തയ്ക്കുമ്പോഴാണ്, തയ്ച്ചു തീർക്കുമ്പോഴാണ് നല്ല ഫിനിഷ് ഉണ്ടാകും. ഇത് കണ്ടോ, ഞാൻ മുഴുവനും തയ്ച്ചു പോകുന്നില്ല. മുകളിൽ കടന്നു പോകുന്ന ഒരു സ്റ്റെമ്മിൻ്റെ അടുത്തെത്തുമ്പോൾ അടിയിലുള്ള സ്റ്റെമ്മിൻ്റെ വക്കുകൾ തയ്ച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്.
സ്റ്റെമ്മെല്ലാം തയ്ച്ചു കഴിഞ്ഞു. ഇനി ലീഫ് തയ്ക്കാം. ഏറ്റവും പുറത്തുള്ള ഈ സ്റ്റെമ്മിലാണ് ലീഫ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലീഫ് മുഴുവനും പുറത്തായിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. ഫ്രെയിം ഞാൻ ഊരി മാറ്റി തയ്ക്കാത്ത ഭാഗത്തേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി തയ്ക്കാം. സ്റ്റെമ്മുകളുടെ പുറത്ത് വരുന്ന മറ്റൊരു ലീഫും കൂടെ തയ്ക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. കമൻറ്റ് ചെയ്യണം. സംശയം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റു നല്ല വീഡിയോയുമായിട്ട് കടന്നു വരാം. നന്ദി.